ധന്യ, ഈ നമ്മുടെ നാട്ടിൽ ഈ ആരോഗ്യപരമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന മാഗസീനുകൾ നിരവധി ഇറങ്ങാറുണ്ട്. അവരുടെ ഈ സർക്കുലേഷൻ കുറയുമ്പോൾ അവർ ചെയ്യുന്ന പൊടിക്കൈ എന്താണെന്നറിയാമോ? എന്തെങ്കിലും സൂചനയുണ്ടോ? എന്താണ്? സെക്സ് ആയിരിക്കും. ഉറപ്പാണ്. അതായത് ഒന്നെങ്കിൽ കൗമാരകാല സെക്സ്, അല്ലെങ്കിൽ ലൈംഗികതയും ആരോഗ്യവും, അല്ലെങ്കിൽ വിവാഹപൂർവ്വ ലൈംഗിക, വിവാഹശേഷ ലൈംഗികത, വിവാഹത്തിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കണ്ട കഠോരമായ ലേഖന പരമ്പരകളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറിയ പങ്കും ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ലൈംഗികതയെക്കുറിച്ച് തുറന്നുള്ള സംസാരമോ മറ്റും നമ്മുടെ സമൂഹത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ കുറവാണ്. ഏറിയ പങ്കുള്ളത് അബദ്ധധാരണകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ ലൈംഗിക ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം, ഇതിനെക്കുറിച്ചാണ് പലരും കണ്ട കഠോരമായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. അപ്പോൾ എന്താണ് അത്തരത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ സാധാരണ ഇതിനെക്കുറിച്ച് എങ്ങനെ ഇതിൻ്റെ ഒരു കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവർക്ക് എന്താണ് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ? അയ്യോ, എനിക്കിതിൽ കൂടുതൽ സൊല്യൂഷൻ എന്നെ കൊണ്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്തൊരു വാർത്തയല്ല, ഈ പറയുന്നത് പോലെ ആരോഗ്യമായി ബന്ധപ്പെട്ട് കണ്ട ഒരു വാർത്തയിൽ വന്നത്, ഈ സെക്സ് ചെയ്യുന്നവർ ഉലുവ കഴിക്കുന്നത് വളരെ അവരുടെ ഈ പ്രതിരോധ ശേഷി കുറയ്ക്കും എന്നാണ് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കുന്നത് ഈ പ്രതിരോധ ശേഷിയുടെ കൂടി ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഉലുവ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പ്രതിരോധ ശേഷിയാണോ അതോ ഫെർട്ടിലിറ്റി മറ്റേ ഇതാണോ, പിന്നെ അണുക്കളുടെ ചലനശേഷി കുറയുമെന്നാണ്, എന്താണ് കൃത്യമായി? പ്രതിരോധ ശേഷി കുറയുമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ നമുക്കത് വിശ്വസിക്കും. ഞാൻ പിന്നീട് അത് കുറേ ഇതിലൊക്കെ അടിച്ചു നോക്കി, പക്ഷെ അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ അത് പറയുന്നത് ഇപ്പോൾ സെക്സ് ചെയ്യാത്തവരായിട്ട് വളരെ കുറച്ച് പേരല്ലേ ലോകത്ത് തന്നെ ഉണ്ടാവൂ. അപ്പോൾ ഈ ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യം ഉലുവയൊക്കെ, കേരളത്തിലാണെങ്കിൽ ഉലുവ ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ. തിരുവനന്തപുരം സൈഡിലൊക്കെ ആണെങ്കിൽ മീൻ എന്ന് പറയുന്ന വിഭവത്തിന് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഉലുവ. പിന്നെ ഉലുവയിട്ട് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഈ ഉലുവ ഈ പ്രതിരോധ ശേഷിയെ ബാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ അത് ആളുകൾക്കിടയിലേക്ക് ഒരു തെറ്റായ ഇൻഫർമേഷനാണ് എത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെക്സോളജിസ്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇതുമായി നമ്മളിപ്പോൾ ഈ സെക്സ് പരമായ വാർത്തകൾ ചെയ്യുമ്പോഴോ പറയുമ്പോഴോ ഇതിന് താഴെ വരുന്ന കമൻറ്റുകൾ, നിനക്കൊക്കെ വേറെ ജോലിയില്ലേ, വാർത്ത കിട്ടാത്തതിൻ്റെ ഉള്ള ഇത് കമ്പിക്കഥകളുമായിട്ട് വന്ന്, അതായത് ഈ സെക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകളുടെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ കമ്പിക്കഥകളെന്നാണ്. കമ്പിക്കഥകൾ ആണ് സെക്സ് എന്നാണ് ഇപ്പോഴും ആളുകൾ വിചാരിച്ചത്. അതെന്തോ മോശപ്പെട്ട കാര്യമാണ്, അത് ഇങ്ങനെ പൊതു ഇടത്തിൽ പറയുന്നവരൊക്കെ മോശക്കാരാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ. ഇതിനെക്കുറിച്ച് പറയുന്നതും ചിന്തിക്കുന്നതും എഴുതുന്നവരും അല്ലെ അതിനെക്കുറിച്ച് വിമർശിക്കുന്നവരെല്ലാം ഈ ഒരു പ്രോസസ്സിന്റെ സൃഷ്ടികളാണ്. ഈ സെക്സ് ഇല്ലാണ്ട് അവരില്ലല്ലോ. ഇല്ല, അതാണ് ഞാൻ പറയുന്നത്. സെക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നെറ്റ് ചുളിക്കുന്നവരാണ് ചോദിക്കുന്നത്, ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങളും ഈ ഭൂമിയിലേക്ക് വന്നത്, അതാദ്യം മനസ്സിലാക്കൂ. ഈ അടുത്ത കാലത്ത് ഈ മൃഗങ്ങളെ കൊണ്ട് സെക്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് എന്ത് തരത്തിലുള്ള ആളുകളാണെന്ന് എനിക്കറിയില്ല. ഈ അടുത്ത കാലത്ത് വന്നൊരു വാർത്ത, ഈ പട്ടികളെ കൊണ്ട്, പൂച്ചകളെയൊക്കെ കൊണ്ട് സെക്സ് ചെയ്യിപ്പിക്കുന്നവരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നത്, ഇത്തരത്തിൽ ഈ പൂച്ചകളെയോ പട്ടികളെയോ കൊണ്ട് സെക്സ് ചെയ്യിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കാരണം അണുക്കൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ സൂക്ഷിക്കുകയോ നമ്മൾ ചിലപ്പോൾ അതിനെ അത്ര ഗൗരവമായി എടുക്കുകയോ ചെയ്യാന്ന് വരുമ്പോൾ അത് ഉള്ളിലേക്ക് അത് ബാധിക്കുകയും അത് അണുക്കളായി മാറുകയും പിന്നീട് നമ്മുടെ ജീവൻ വരെ. കാര്യം ഈ ലൈംഗിക രോഗങ്ങൾ ഉണ്ടായാൽ ഏറിയ പങ്ക് ആൾക്കാർ അതിനെക്കുറിച്ച് മിണ്ടത്തില്ല, രഹസ്യമായി സൂക്ഷിക്കും. രഹസ്യ രോഗങ്ങളെന്ന് പോലുമാണ് അതിനെ അറിയപ്പെടുന്നത് തന്നെ. അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കും. കാര്യം അത് അങ്ങനെ തനിക്ക് ഇത്തരത്തിൽ ഒരു രോഗമുണ്ടെന്ന് മറ്റൊരാൾ അറിഞ്ഞാൽ അതോടെ മാനം പോയി എന്ന് ചിന്തിക്കുന്നവരാണ് വലിയൊരു വിഭാഗം. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് അത് കണ്ടെത്താനോ ചികിത്സ തേടാനോ പലരും മുതിരില്ല. അത് മറ്റൊരാൾക്ക് കൂടി പകർത്താൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്തിട്ടേ അടങ്ങുള്ളൂ. അതാണ് അവസ്ഥ. അത് ശരിയാണ്. ഈ കാലഘട്ടം അനുസരിച്ച് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ മാറി. കാരണം എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ അച്ഛനമ്മമാരുടെ ചോദിക്കും നമ്മളെങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ദൈവത്തിനോട് ചോദിച്ച് ദൈവം തന്നു എന്ന് പറയും. കുറേ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവരാരോടാണ് ചോദിച്ചത്, എങ്ങനെയാണ് അവർക്ക് നമ്മളെ കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയും അത് തന്നെയാണ്. അവരുടെ വിരൽത്തുമ്പിലെല്ലാം ഉണ്ട്, അവർക്കെല്ലാം അറിയാം. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവർക്കറിയാം. ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് ശരിയായിട്ടുള്ള ലൈംഗികമായ
അറിവ് ഇല്ലായ്മ പല ദാമ്പത്യ ജീവിതങ്ങളെയും ഇല്ലാതാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി ഇപ്പോൾ സ്കൂളുകളിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പീഡനങ്ങൾ ഒരുപാട്, കാരണം ഇതെന്തോ ഭയങ്കര സംഭവമാണ്. അത് കാണാൻ ഇപ്പോൾ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ ഇത് ഇത്ര തന്നെ ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമായെന്ന് നമ്മൾ എടുക്കില്ല. പക്ഷേ ഇതെന്തോ ഒരു സംഭവം, എന്തോ ഭയങ്കര സംഭവമാണ്, അത് നമുക്ക് നമ്മളതിൻ്റെ സുഖം അറിയണം, അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു പ്രശ്നം വരുമ്പോഴാണ് ഈ പിന്നെ ഈ പീഡനങ്ങളൊക്കെ കൂടെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ കാമഭ്രാന്ത് ഉണ്ടാവും. ഞാൻ അങ്ങനെ പറയൂ, കൊച്ചു പിള്ളേരെയൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് കാമഭ്രാന്ത് ഉണ്ടാവുന്നത്? കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളെ പോലും നമുക്ക് ഉപയോഗിക്കാം, സ്ത്രീ ആണെങ്കിൽ അവളെ ഉപയോഗിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഇത് തന്നെയാണ് ഇത്തരം ഈ എന്താ പറയുക, ഇത്തരം ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ദൂഷ്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ കുലസ്ത്രീ ഇതെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിഷയം പറഞ്ഞു വരുന്നത് ഉലുവ കഴിക്കുന്നത് നമ്മുടെ സ്ത്രീക്കായാലും പുരുഷനായാലും പ്രതിരോധ ശേഷിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഉലുവ ഈ നമ്മുടെ കർക്കിടക മാസം കൂടിയാണല്ലോ. അപ്പൊ കർക്കിടക മാസത്തിൽ ഈ ഉലുവ നമ്മൾ മറ്റേ കർക്കിടക കഞ്ഞി കുടിക്കുന്നതിൽ പ്രധാന ഇൻഗ്രീഡിയന്റുകളിൽ ഒന്നാണ്. ഉലുവയ്ക്ക് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉലുവയ്ക്ക് ഒരുപാട്. അപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 2-3 ആളുകളുമായി ഞാനിങ്ങനെ സംസാരിച്ചു. എനിക്കറിയാവുന്ന ലേഡി ഡോക്ടർമാരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്, അങ്ങനെ പിന്നെ ചില ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രതിരോധ ശേഷി കുറയ്ക്കാൻ, ലൈംഗികപരമായ പ്രതിരോധ ശേഷി കുറയ്ക്കാൻ ചിലപ്പോൾ കാരണമായേക്കാം. പക്ഷേ ഇത്തരം ഈ ഗുണങ്ങളേറെയുള്ള ഇത്തരം ഉലുവ പോലെയുള്ള നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും നമ്മുടെ പ്രതിരോധ ശേഷി അങ്ങനെ കുറയ്ക്കില്ല എന്ന് അവർ ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ആരും ഭയപ്പെടുകയെന്നും വേണ്ട. കാരണം നമ്മൾ നിരന്തരം കഴിക്കുന്ന ഒരു രാവിലെ ഉലുവ വെള്ളമൊക്കെ ഇട്ട് കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ചില കാര്യങ്ങളെ കാണുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ എടുത്ത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് ഭയങ്കര സംഭവമാണെന്നോ ഒരു ഇൻഫർമേഷൻ, കാരണം ഇത്തരം തെറ്റായ കാര്യങ്ങൾ പല തരത്തിലും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കിട്ടാതിരിക്കുന്നവർ ഒരുപക്ഷെ ഇനി അതുകൊണ്ടായിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാതിരിക്കും. പക്ഷെ അതായിരിക്കില്ല കാരണങ്ങൾ. അത് ആശുപത്രിയിൽ പോയി കാണിച്ച്. ഇന്നത്തെ കാലത്ത് ഈ ആഹാരം ഒരു പ്രധാന ഘടകമാണ്. അതെ, ഒരുപാട് മസാല ചേർന്ന എരിവും പുളിയും ചേർന്ന ആഹാരം കഴിക്കുക, ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുക, പിന്നെ ഏറ്റവും പ്രധാനം സ്ട്രെസ്സാണ്. അതെ, ഈ ലൈംഗിക ശേഷിയെ ബാധിക്കുന്നതും അതേപോലെ ലൈംഗിക ബന്ധത്തെ വരെ ബാധിക്കുന്നതും സ്ട്രെസ്സാണ്. അതിയായ നമ്മുടെ സമ്മർദ്ദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ടെൻഷൻ അനുഭവിക്കുക. അപ്പോൾ മനസ്സ് ശാന്തമായിരുന്നാൽ തന്നെ പകുതി പ്രശ്നം പരിഹരിക്കും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ മനസ്സ് ശാന്തമാകാനായിട്ടുള്ള സാഹചര്യം നമ്മുടെ ചുറ്റുപാട് അത് ഒരുക്കിത്തരേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സമൂഹത്തിനുമുണ്ട്. പക്ഷെ അതിൽ പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ഉലുവ അല്ലെങ്കിൽ അലുവ അതിനെയൊക്കെ ചൊല്ലിയുള്ള ആശങ്കകൾ തൽക്കാലം അടിസ്ഥാനമില്ല. നിങ്ങൾ ഉലുവ കഴിക്കുക, അലുവ കഴിക്കുകയോ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായി ജീവിക്കുക, സ്ട്രെസ് കുറയ്ക്കുക, അതിന്റെ ലൈഫായി കാണാൻ ശ്രമിക്കുക. സന്തോഷവും ചിരിയും കളിയും ബഹളം എല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. അതിനൊരു പ്രത്യേകം സമയം ഉണ്ടാക്കുക. പിന്നെ കുറച്ച് ഉന്നായ്മയും പരദൂഷണമൊക്കെ പറയാം. അതിന് സമാധാനം കിട്ടുമെങ്കിൽ അത് നല്ലതാണ്. പിന്നെ മറ്റുള്ളവരെ എങ്ങനെ കുത്തി നോവിക്കാം, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഇടിച്ചു കയറി പോവാം, എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാം, പകയിലൂടെ എങ്ങനെ മറ്റുള്ളവരെ താഴ്ത്താം, അങ്ങനെ ആഗ്രഹിക്കുന്നവരുമുണ്ട്. അപ്പോൾ അവർക്ക് വേറൊരു രീതിയിലുള്ള സുഖമാണ് അതുവഴി അവർ കണ്ടെത്തുന്നത്. ഇത്തരത്തിലുള്ളവർ ഇങ്ങനെ കുറച്ച് സുഖങ്ങൾ കണ്ടെത്തും. അപ്പം അത്രയൊക്കെ ഉള്ളൂ.